നമസ്കാരം. പലപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് മൂക്കടപ്പ്. ജലദോഷം വരുമ്പോഴോ കാലാവസ്ഥ മാറുമ്പോഴോ ഒക്കെ ഇത് സാധാരണമാണ്. ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, തലവേദന, രാത്രി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ, ഇതൊക്കെ മൂക്കടപ്പുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. എന്താണ് ഈ മൂക്കടപ്പെന്നും മൂക്കടപ്പ് മാറാൻ സഹായിക്കുന്ന ചില ഫലപ്രദമായ ഒറ്റമൂലികൾ എന്തൊക്കെയാണെന്നും നോക്കാം. മൂക്കടപ്പ് എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് മൂക്കിനുള്ളിൽ കഫം നിറഞ്ഞ് അടഞ്ഞു പോവുകയാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. മൂക്കടപ്പ് ഉണ്ടാകുന്നത് നമ്മുടെ മൂക്കിന്റെ ഉൾഭാഗത്തുള്ള രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന വീക്കവും തടുപ്പും കാരണമാണ്. അതായത് മൂക്കിന്റെ ഉള്ളിലെ മൃദുവായ കോശങ്ങൾ വീർത്ത് ശ്വാസം പോകാനുള്ള വഴി അടയുന്നു. സാധാരണയായി ജലദോഷം, ഫ്ലൂ, അലർജികൾ, സൈനസ് അണുബാധകൾ, ചിലപ്പോൾ വരണ്ട കാലാവസ്ഥയും മൂക്കടപ്പിന് കാരണമാവാറുണ്ട്. മൂക്കടപ്പ് വരുമ്പോൾ ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, തലവേദന, മുഖത്ത് വേദന, മണം, രുചി എന്നിവ തിരിച്ചറിയാൻ കഴിയാതെ വരിക, ഉറക്കക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാറുണ്ട്. ആവി പിടിക്കുക എന്നതാണ് മൂക്കടപ്പ് മാറാൻ ഏറ്റവും നല്ല മികച്ച മാർഗം. ഇത് മൂക്കിന്റെ ഉൾഭാഗത്തുള്ള വീക്കം കുറയ്ക്കാനും കഫം അയവുള്ളതാക്കാനും സഹായിക്കും. വേണമെങ്കിൽ വെള്ളത്തിൽ അല്പം യൂക്കാലിപ്റ്റസ് ഓയിലോ അല്ലെങ്കിൽ വിക്സോ ചേർക്കാം. ഇത് മൂക്കിലെ ബ്ലോക്ക് പെട്ടെന്ന് മാറ്റാൻ സഹായിക്കും. ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പിട്ട് നന്നായി ഇളക്കുക. ഈ ഉപ്പ് വെള്ളം കൊണ്ട് കവിൾ കൊള്ളുന്നത് തൊണ്ടയിലെ അസ്വസ്ഥത കുറയ്ക്കാൻ സഹായിക്കും. ഒരു കഷ്ണം ചതച്ച ഇഞ്ചി, കുറച്ച് തുളസിയില, 3-4 കുരുമുളക് എന്നിവ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിക്കുക. ഇത് പകുതിയാക്കി വറ്റിച്ച ശേഷം ചെറു ചൂടോടെ കുടിക്കുക. ഇതിന് കഫക്കെട്ട് കുറയ്ക്കാനും പ്രതിരോധശേഷി കൂട്ടാനുമുള്ള കഴിവുണ്ട്. ഒരു ഗ്ലാസ് ചൂടുപാലിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കുടിക്കുന്നത് മൂക്കടപ്പിനും തൊണ്ടവേദനയ്ക്കും ആശ്വാസം നൽകും. മഞ്ഞളിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. 2-3 ചതച്ച വെളുത്തുള്ളി അല്ലി 1 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് അതിന്റെ ആവി ശ്വസിക്കുന്നതും അല്ലെങ്കിൽ ചെറുചൂടോടെ കുടിക്കുന്നതും മൂക്കടപ്പിന് ആശ്വാസം നൽകും. വെളുത്തുള്ളിക്ക് അണുനാശിനി ഗുണങ്ങളുണ്ട്. മൂക്കടപ്പ് ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിലോ, കടുത്ത പനിയോ സൈനസ് വേദനയോ ഉണ്ടെങ്കിലോ, മൂക്കിൽ നിന്ന് പച്ചയോ മഞ്ഞയോ നിറത്തിലുള്ള കഫം വരികയാണെങ്കിലോ വൈദ്യസഹായം തേടുക. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.